20-ാം തീയതി 12-ാം മാസം 2025 നടൻ ശ്രീനിവാസൻ മരണപ്പെട്ടു. ലോകത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാപ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതങ്ങളും വേവലാതികളും സൂക്ഷ്മമായി തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പ്രതിഫലിച്ചിരുന്നു. ശ്രീനിവാസന്റെ സിനിമകളിലെ ഓരോ ചോദ്യങ്ങളും കാലാതീതമാണെന്ന് തെളിയിക്കുന്നതാണ്. 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നതാണ്. പതിവ് നായക സങ്കല്പങ്ങളെ പൊളിച്ചടുക്കിയ എത്രയെത്ര ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ. വടക്കുനോക്കി യന്ത്രവും പൊന്മുട്ടയിടുന്ന താറാവും തലേണ മന്ത്രവും ഉദാഹരണം. ചിന്താവിഷ്ടയായ ശ്യാമള പോലെ ചിന്തിക്കാവുന്ന ചിത്രങ്ങൾ. 1956 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടി. 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. പിന്നീട് 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. പിന്നീട് ഇങ്ങോട്ട് ശ്രീനിവാസൻ ചിത്രങ്ങളുടെ ഒരോളമാണ് മലയാള സിനിമയിൽ കണ്ടത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥയെഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രത്തിന് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998 സാമൂഹിക വിഷയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. മഴയത്തു മുൻപേ 1995 സന്ദേശം 1991 മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടി. 5 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം.